ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റേക്ക് മൂവീസ്. അപ്പോൾ ഇന്നൊരു മൂവിയുടെ ചെറിയൊരു സ്റ്റോറി ലൈനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് സോഷ്യൽ മീഡിയ എടുത്താലും നമ്മൾ ഒരു പോസ്റ്റെങ്കിലും ആ ഒരു ചിത്രത്തെ പറ്റി കണ്ടിട്ടുണ്ടാവും. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന മൂവിയുടെ സ്റ്റോറി ലൈനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നിങ്ങൾ കണ്ടൻസ് ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസുമായിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ഒട്ടും വെയിറ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ എന്താണ് സ്റ്റോറി ലൈൻ എന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ചിത്രത്തെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയണം. അപ്പോൾ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഖാലിദ് റഹ്മാൻ എന്ന ഒരു പ്രശസ്ത സംവിധായകനാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നസ്ലൈൻ, ലുക്മാൻ അവറാൻ, ഗണപതി, അനഘ രവി, ബേബി ജീൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിന്റെ ചെറിയൊരു പ്ലോട്ട് പറയുകയാണെങ്കിൽ മെയിനായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. അവരുടെ +2 ഒക്കെ എക്സാംസ് ഒക്കെ ഫെയിൽ ആയതിനു ശേഷം ഒരു സ്പോർട്സ് കോട്ടയിൽ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ചേരാൻ പറ്റിയിട്ടുള്ള ഒരു കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടുന്നു. അങ്ങനെ അവർ ബോക്സിംഗ് ആണ് സ്പോർട്ടായിട്ട് എടുക്കുന്നത്. അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ എന്തോ ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് ഡിസ്ട്രിക്ട് ലെവൽ വരെ അവർ എത്തുന്നു. തുടർന്ന് എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ നടക്കുന്നത് എന്ന അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു പ്ലോട്ട്. ഇനി കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു തല്ലുമാല വൈബിലുള്ള കുറച്ചുകൂടെ ഫണ്ണായിട്ടുള്ള ഒരു മൂവിയാണ് ആലപ്പുഴ ജിംഖാന. അയാൾക്കും അയാളുടെ ഗ്യാങ് ഒരു കൂട്ടം ഫ്രണ്ട്സിനും 12th സ്റ്റാൻഡേർഡ് പൊട്ടുന്നുണ്ട്. അങ്ങനെ പൊട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും എന്തായാലും പഠിത്തത്തിലൂടെ ഇവർക്കൊരു കോളേജ് അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ സ്പോർട്സ് കോട്ടയിൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടി സ്പോർട്സ് കോട്ടയിൽ കിട്ടാൻ വേണ്ടി അവരൊരു ബോക്സിംഗ് അക്കാഡമിയിലേക്ക് അഡ്മിഷൻ കിട്ടുന്നു. ആലപ്പുഴ ജിംഖാന എന്ന ബോക്സിംഗ് അക്കാഡമിയിലാണ് ഇവർ ചേരുന്നത്. ഇവർ ഭയങ്കര മടിയന്മാരാണ്. ഇവർ പ്രത്യേകിച്ചൊരു പാഷനൊന്നുമില്ല. അങ്ങനെ ബോക്സിംഗ് പഠിക്കണം അല്ലെങ്കിൽ ബോക്സിങ്ങിനോട് താല്പര്യം കൊണ്ടൊന്നുമല്ല കയറുന്നത്. കോളേജിൽ പോയി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ബോക്സിങ്ങിന് വേണ്ടി പഠിക്കാൻ പോകുന്നത്. ബോക്സിംഗ് പക്ഷേ അവരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്ന സ്പോർട്സ് ആണ് ബോക്സിംഗ് എന്ന് അവർ അറിയുന്നില്ല. ബോക്സിങ്ങിലൂടെ അവർ ഒരുപാട് അവരുടെ മടിയും അവരുടെ സ്വഭാവമൊക്കെ വലുതായിട്ട് മാറുന്നു. അതാണ് ഈ ചിത്രത്തിന്റെ മെയിൻ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ ചിത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്നത്തെ യുവത്വത്തിനാണ്. അപ്പോൾ യുവാക്കളിൽ കാണുന്ന പ്രശസ്തി നേടാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ കുറച്ച് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത് പോലെ ഉള്ളൊരു സ്വഭാവമാണല്ലോ. അപ്പോൾ ആ ഒരു സ്വഭാവത്തെയാണ് ഖാലിദ് റഹ്മാൻ ഈ മൂവിയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ബോക്സിംഗ് എന്താണെന്ന് കാണുന്നത്. ഫസ്റ്റ് ഹാഫ് മൊത്തം കോമഡി അങ്ങനത്തെ കാര്യങ്ങളായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മൊത്തം കുറച്ച് സീരിയസ് ആയിട്ടുള്ള ബോക്സിംഗ് ആണ് കാണുന്നത്. ഒരു വേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തല്ലുമാലയുടെ ഒരു റീമിക്സ് വേർഷൻ ആയിട്ട് നമുക്ക് ചിലപ്പോഴൊക്കെ ആലപ്പുഴ ജിംഖാന കാണുമ്പോൾ ഫീൽ ചെയ്യും. കാരണം ആ ഒരു വൈബിലാണ് ഈ ചിത്രവും എടുത്തിരിക്കുന്നത്. നസ്ലിന്റെ ക്യാരക്ടർ ജോജോ എന്ന് പറയുന്നത് പ്രേമലുവില് ആ ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറിന്റെ വേറൊരു വേർഷൻ ആയിരുന്നു ഈ ക്യാരക്ടർ ജോജോ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നസ്ലൈന് കുറച്ചൊരു കോൺഫിഡൻസ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം പ്രേമലുവിനെക്കാട്ടിലും കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ ഈ ചിത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടുതൽ ഇതിലുണ്ട്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെയധികം സൂപ്പറാണ്, നമുക്കറിയാം. ആ ഒരു പ്രേമലു വൈബിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഏകദേശം എല്ലാ ക്യാരക്ടേഴ്സും, നമുക്ക് നസ്ലൈൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒരേ സിമിലർ ടോണിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ ചിത്രത്തിൽ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഗണപതി എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹവും അയാളുടെ ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിന് വേണ്ടി അയാൾ ഫിസിക്കലി കുറച്ച് ബോക്സിങ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ തോന്നും. അത്രയ്ക്കും നന്നായിട്ട് ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ലുക്മാൻ അവറാൻ ഒരു ദേഷ്യക്കാരനായ കോച്ചിന്റെ റോളാണ് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാള്, പക്ഷെ അയാളും അദ്ദേഹത്തിന്റെ റോളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫാലിമി എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ നമ്മുടെ ബേസിൽ ജോസഫിന്റെ ബ്രദറായിട്ട് അഭിനയിച്ച ആളാണ് സന്ദീപ് പ്രദീപ്. അയാൾ നല്ല കോമഡിയാണ് ചിത്രത്തിൽ, നന്നായിട്ട് തന്നെ ആ റോളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രാങ്കോ ഫ്രാൻസിസ്, അനഘ രവി,
അവരൊക്കെ സൂപ്പർബായിട്ട് അവരുടെ റോൾസ് നല്ല ബോക്സിംഗ് ഒക്കെ കാണിച്ച് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും അനഘ രവിയുടെ മൊമെൻറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ശിവഹരിഹരൻ, ബേബിജിൻ, ഷോൺജോയ്, കിരൺ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെയും ഈ ചിത്രത്തിലുണ്ട്. അവരെല്ലാം വളരെ ഫണ്ണായിട്ട് ചിത്രം ചെയ്തിട്ടുണ്ട്. നല്ല ഫണ്ണി ആയിട്ടുള്ള മൂവിയാണ്, നല്ല എൻ്റർടൈൻമെൻറ്റ് തരുന്ന മൂവിയാണ്. സ്പോർട്സ് ആണെങ്കിലും കുറച്ച് കോമഡി കൂടുതലായിട്ടുള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഖാലിദ് റഹ്മാൻ ചില ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് സ്റ്റോറിയാണ്. ചൈൽഡ്ഹുഡ് അല്ല, ഒരു പണ്ട് അനുഭവിച്ച റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഈ ചിത്രത്തിൽ എടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹവും ഗ്രേസ് മാർക്കിന് വേണ്ടി ബോക്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടെന്നും അങ്ങനെ അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിലും പറഞ്ഞിരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ റോൾസ് വളരെ പെർഫെക്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നസ്ലിൻ്റെ റോള് ജോജോ ആണെങ്കിൽ ലുക്മാൻ ആന്റണി ജോഷുവ എന്ന കോച്ചിൻ്റെ റോൾ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാബിജി ഡേവിഡ് ജോൺ എന്ന റോളും ചെയ്തിട്ടുണ്ട്. അനഘ രവിയുടെ നതാശ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ കോൺഫിഡൻസ് തരുന്ന, അതുപോലെ വളരെ നല്ല എലമെന്റ് തരുന്ന ഒരാളായിരുന്നു അനഘ രവി അവതരിപ്പിച്ച നതാശ. ഖാലിദ് റഹ്മാൻ മുൻപ് സംവിധാനം ചെയ്ത ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത് അത്രയും എക്സ്പെക്ടേഷൻ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ ഈ ചിത്രത്തിൽ കുറേ ബോക്സിംഗ് മാച്ചസും അതുപോലെ ക്ലൈമാക്സിലൊരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം സിനിമയിൽ തന്നെ കാണാത്ത രീതിയിലുള്ള ഫൈറ്റ് സീൻസ് ഒക്കെ ചിത്രത്തിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതൽ സ്റ്റോറി പറഞ്ഞ് ആ ഒരു ത്രില്ല് കളയാത്തതാണ്. കാരണം ഇപ്പോൾ റിലീസായിട്ടല്ലേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം എന്തായാലും ഇത്രയൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. കൂടുതൽ സസ്പെൻസ് ഒന്നും കളയുന്നില്ല. അപ്പോൾ കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. തിയേറ്ററിൽ റിലീസായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കൂ. നല്ലൊരു മൂവിയാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു എൻ്റർടൈനിങ് മൂവിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.